ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോണത് നമ്മുടെ അവന്തികയുടെയും ജലജയുടെയും അഭിയുടെയൊക്കെ ശരിക്കും ഒരു പതനം തന്നെയാണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ സീരിയലില്ല, അപ്പോൾ അടുത്ത ആഴ്ചത്തെ ഫുൾ റിവ്യൂ ആണ് ഞാൻ പറയണത്. അങ്ങനെ നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ അനന്തപുരിയിൽ എല്ലായിടത്തും പറയുന്നുണ്ട്, നമ്മുടെ കമ്പനീനെ ഇന്ന് ഈ നിലയിലെത്തിച്ച, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ ഏറ്റവും ഒരു അമൂല്യമായിട്ടുള്ളൊരു സംഭവം, രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ ആനയിക്കാനായിട്ട് കുറച്ച് താലപ്പൊലിയും കാര്യങ്ങളൊക്കെ ഈ വീട്ടിലെ പെണ്ണുങ്ങൾ തന്നെ താലപ്പൊലിയായിട്ട് നിൽക്കണം. പിന്നെ ഞാൻ മുറ്റത്ത് തന്നെ നിൽക്കും. പിന്നെ കുറച്ച് ആനയും അതുപോലെ തന്നെ അലങ്കാരത്തിന് വേണ്ടി കുറേ തോരണങ്ങളും എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യണമെന്ന് പറയണം. അപ്പോൾ നമ്മുടെ ദേവയാനി ചോദിക്കേണ്ട, അച്ഛൻ എന്തൊക്കെയാണ് പറഞ്ഞത്, ഇതെന്താ ഉത്സവമോ എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ ഉത്സവമാണ്, ഇന്ന് അനന്തപുരി തറവാട്ടിലൊരു ഉത്സവം നടക്കാൻ വേണ്ടി പോവാണ്. അല്ല അച്ഛാ, ആരാ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികൾ, അത് ഏതാനും മണിക്കൂറാകുമ്പോഴേക്കും അവരിവിടെ എത്തുമല്ലോ, അപ്പൊ കാണാലോ എന്ന് പറയാണ്. ജലജ ചോദിക്കേണ്ടത്, ഇത്രമാത്രം അച്ഛൻ പറയണമെന്നുണ്ടെങ്കിൽ അവര് നിസ്സാരക്കാരായിരിക്കില്ലല്ലോ. ഒരിക്കലും നിസ്സാരക്കാരല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കമ്പനിനെ ഉയർത്തിപ്പിടിച്ച് നിർത്തുന്ന രണ്ട് വ്യക്തികളാണ് ഇന്ന് വരാൻ പോണത്. അത് സർപ്രൈസാണ് മോളെ അവന്തികെ. നീ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അവരെ താലപ്പൊലി എടുത്ത് സ്വീകരിക്കാനും എല്ലാ കാര്യങ്ങളും നീ തന്നെ ചെയ്യണം. അത് ഞാൻ ചെയ്തോളാം. നവ്യെടുത്ത് നിൽക്കില്ലേ താലുമായിട്ട്? ഞാൻ നിൽക്കാം, അതിനെന്താ കുഴപ്പം, ഞാനും നിൽക്കാച്ച എന്ന് ജലജ പറയാണ്. നീയും നിന്നോ ദേവയാനി, നീ മുമ്പിൽ നിൽക്കണം. അവരെ കാല് കഴുകിയിട്ട് അകത്ത് കയറാനായിട്ട് അതൊക്കെ ഞാൻ ചെയ്തോളാച്ചാ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ ഭയങ്കര തിരക്കിലട്ടോ. അപ്പൊ ദേവയാനും ജലജയൊക്കെ ചോദിക്കണ്ട്, അമ്മേ ആരാമെന്ന് വരുന്നത്, അച്ഛൻ ഒരു ഐഡിയ ഇല്ല, പറഞ്ഞില്ലല്ലോ ആരാ വരുന്നതെന്ന്, ഒന്നും ഒരു ക്ലൂ പോലും തന്നില്ലല്ലോ. അമ്മക്കറിയാമോ ആരാ വരുന്നതെന്ന്? എനിക്കറിയാം, നിങ്ങളുടെ അച്ഛൻ എന്നോട് പറയാതിരിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയില്ല. ഒരു അരമണിക്കൂർ അതിനുള്ളിൽ അവരിവിടെ എത്തും. അപ്പൊ കണ്ടാ പോരെ. എന്നാലും ഇത് വല്ലാത്ത സർപ്രൈസ് തന്നെ. എന്നാലും ഒരു കാര്യം മനസ്സിലായി, അച്ഛന്റെ മനസ്സിൽ അത്രമാത്രം ഇടം നേടിയ ആളുകളാണ് വരുന്നതെന്ന്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കരുതിക്കോ. നിങ്ങളുടെ അച്ഛൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ അത്രമാത്രം ഇടം നേടിയ, അല്ല അങ്ങനെ പറയാൻ പറ്റില്ല, അദ്ദേഹത്തിന്റെ ഹൃദയമായി മാറിയ രണ്ടു പേരാണ് ഇന്ന് വരാൻ പോണത്. അവര് വരാൻ സമയമായി. അവന്തിക മോളെ തെളിച്ചോ എന്ന് പറയണം. അങ്ങനെ അവന്തികയും ജലജയും നവ്യയും അവരുടെ താലത്തിൽ തിരിയൊക്കെ തെളിച്ചു വെക്കാനായിട്ട് ഇങ്ങനെ പൂവൊക്കെ എടുത്ത് വിതറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുവാട്ടോ. ദേവയാനി മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ ചെണ്ടമേളക്കാരത്ത് പറയുന്നുണ്ട് നമ്മുടെ അനന്തമൂർത്തി, അതെ ചെണ്ടമോളൊക്കെ കൊട്ടിക്കോ എന്ന് പറയാണ്. അങ്ങനെ വരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ നയനയും ആദർശായിട്ട്. അപ്പൊ ഇവരാ വരുന്നെന്ന് ആർക്കും അറിയില്ല. അപ്പൊ ജയനും എല്ലാവരും മുൻപിൽ വന്ന് നിൽക്കാണ്. അപ്പോൾ നമ്മുടെ അനിയുണ്ട്, അഭിയുണ്ട്, എല്ലാവരും ഇങ്ങനെ നിൽക്കാട്ടോ, ആരാണെന്ന് അറിയാനായിട്ട്. അപ്പോൾ അഥവാ വലിയ വലിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അഭി ചാക്കിട്ട് പിടിക്കാനും നിൽക്കുന്നുണ്ട്. ആ ഒരു മൈൻഡും അഭിക്കുണ്ട്. അങ്ങനെ നമ്മുടെ നയനയും അതുപോലെ തന്നെ ആദർശമാണ് ആ ഒരു കാറിൽ വരുന്നത്. അപ്പൊ കാറിൽ വരുന്നത് ആരാണെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. വലിയ ആഡംബര കാറിലാണ് വരുന്നത്. കാർ എത്തുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ നോക്കണം, ആരാണ്. അപ്പൊ നമ്മുടെ നവ്യയും അതുപോലെ തന്നെ അവന്തികയ്ക്ക് ഇങ്ങനെ പൂവൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട്. ആനയിക്കാൻ വേണ്ടി ഇങ്ങനെ പൂവൊക്കെ ഇങ്ങനെ ഇടുക കേട്ടോ, പിച്ച് വിതറി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങണത് നോക്കുമ്പോൾ നയനയും ആദർശും. നയനയ്ക്ക് ഇപ്പോൾ വയറൊക്കെ ഉണ്ട് കേട്ടോ, ഇത്രയും ദിവസം വയറൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പുള്ളിക്കാരത്തി ഇപ്പോൾ വയറൊക്കെ ഉണ്ട്. വയറൊക്കെ ഇങ്ങനെ വയറൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ഗർഭിണിയായ വയറും കാര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ട് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു 5-6 മാസം ആയി ഇപ്പോൾ. അപ്പം അങ്ങനെ നമ്മുടെ നയനെയും ആദർശിനെ കാണുമ്പോഴേക്കും ജലജ പറഞ്ഞ, അയ്യേ വിശിഷ്ട അതിഥികൾ എത്ര മുമ്പ് ഇവരാണ് ഇവിടേക്ക് എത്തിയത്, ഇവരാരാണ് ഇവിടേക്ക് വിളിച്ചത്, വെറുതെ താലപ്പൊലിയും വെറുതെ നശിപ്പിച്ചു, ചെണ്ടമേളക്കാരെ കൊണ്ട് ചെണ്ടയും കുട്ടിപ്പിച്ചു, ഇവരാണോ വിശിഷ്ടാതിഥി, ഇവിടുത്തെ അടുത്ത് മാറാൻ പറ, ആ ആൾക്കാർ വരുമ്പോഴേക്കും നാണക്കേടാ, രണ്ടുപേർത്ത് മാറാൻ പറ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, ജലജ നിന്റെ വായടക്കി, ഇവരാണ് ഞാൻ പറഞ്ഞ വിശിഷ്ടാതിഥി. അപ്പോൾ ദേവ്യാനൊക്കെ വായ പൊളിച്ച് നിൽക്കുവാട്ടോ. നവ്യക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ നവ്യക്ക് അത് പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. നവ്യ സന്തോഷിനെ അടക്കി പിടിച്ചിരിക്കുകയാണ്. അവന്തികയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറും കേട്ടോ. നശിപ്പിക്കാനായിട്ട് ഇവരായിരുന്നു കെട്ടി എഴുന്നള്ളിയത്, ഇവർക്ക് വേണ്ടിയാണ് ഇത്രമാത്രം ആഘോഷം, ഇത്രമാത്രം ആർഭാടം, എന്തോ വലിയ ആരോ വരുന്ന പോലെ മുത്തശ്ശൻ കാണിച്ചു കൂട്ടിയത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കണം. അപ്പൊ ജലജ പറയണ്ട്, മോളെ വാടി നമുക്ക് പോകാം. അപ്പോഴേക്കും മൂർത്തി പറയണ്ട്, അതെ അവിടെ നിൽക്കണം. അപ്പൊ അവന്തിക പറയണ്ട, അയ്യോ മുത്തശ്ശൻ ഞാൻ പോകുന്നില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. നയനെടുത്തെടുത്തും അതുപോലെ തന്നെ ആദർശേട്ടനോട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇവിടെ വരാനായിട്ട്, അമ്മയ്ക്ക് വേണമെങ്കിൽ പോയിക്കോ, ഇവര് തന്നെയാ വിശിഷ്ടാതിഥി, ഇവർക്ക് തന്നെയാ താലപ്പൊലി
താലപ്പൊലി എടുക്കേണ്ടത്. ആ നവ്യെടുത്തി വരുന്നുണ്ടോ? ഓ ഞാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നവ്യ വെറുതെ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് അകത്തേക്ക് പോവാണ്. അപ്പൊ അവന്തിക മാത്രമാണ് വരുന്നത്. അപ്പൊ അവന്തിക ഇങ്ങനെ താലമൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വരുവാണ്, കേട്ടോ, പൂവൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആദർശിനെയും നയനേനെയും അവരെ രണ്ടുപേരെയും കാല് കഴുകി അകത്തേക്ക് കേറ്റു ദേവയാനി എന്ന് പറയാണ് മൂർത്തി. അതിനെന്താ വെച്ചാൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറയാണ്. കാല് കഴുകി നയനയുടെ കയ്യിൽ നിലവിളക്കും കൊടുത്ത് മോളെ വലതുകാലം വെച്ച് അകത്തേക്ക് കയറൂ എന്ന് പറയാണ്. അങ്ങനെ നയനെ ആദർശം അകത്തേക്ക് കയറുന്നുണ്ട്. മുത്തശ്ശന ഇത് പറയുന്നുണ്ട് നമ്മുടെ ജയനും ദേവയാനിയൊക്കെ, അച്ഛാ ഇവരാണ് വരുന്നതെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു, നിങ്ങൾ എന്താ വിചാരിച്ചത് എൻ്റെ കൊച്ചുമകനെയും മരുമകളെയും ഞാൻ വെറുക്കുമെന്നോ? ഇത് ആദർശിനെ കൊടുത്തൊരു പരീക്ഷണം മാത്രമാണ്. അവൻ നല്ലൊരു ബിസിനസ്സുകാരനാണ്. ബിസിനസ് എന്താന്ന് അവന് നന്നായിട്ട് അറിയാം. ബിസിനസ്സിൽ മുന്നേറാൻ വേണ്ടി അവനറിയാം. പക്ഷെ ബിസിനസ്സിൽ വരുന്ന ശത്രുക്കളെ കണ്ടുപിടിച്ച് അവരെ തറ പറ്റിക്കാനായിട്ട് അവനെ അറിയില്ലായിരുന്നു. അത് പഠിപ്പിക്കാൻ വേണ്ടി അവനെ കുറച്ചു നാളത്തേക്കിനെ മാറ്റി നിർത്തിയതാണ്. അവൻ അതുകൊണ്ട് ഗുണേ ഉണ്ടായിട്ടുള്ളൂ. അവൻ കണ്ടുപിടിച്ചില്ലേ, നാഗേന്ദ്രനാണ് നമ്മുടെ ബിസിനസ് തകർക്കണേന്ന്. നാഗേന്ദ്രനാണ് നമ്മുടെ ശത്രു എന്ന്, ഒളിഞ്ഞിരിക്കുന്ന ശത്രു എന്ന് അവൻ കണ്ടുപിടിച്ചില്ലേ. അതാണ് അവന്റെ മിടുക്ക്. ഇപ്പൊ അവനറിയാം ബിസിനസ് പോലെ തന്നെ ശത്രുക്കളെ എങ്ങനെ കണ്ണി കണ്ടുപിടിച്ച് അവരെങ്ങനെ പണി കൊടുക്കാമെന്നും അവനറിയാം. ഇനി എനിക്ക് മൂർത്തി ജ്വല്ലറി നല്ല ബഹുമാനത്തോടെ അല്ലെങ്കിൽ നല്ല സന്തോഷത്തോടെയും ആ താക്കോലിന്റെ ഫുൾ ഉത്തരവാദിത്തം ആദർശിന്റെ കയ്യിലേക്ക് കൊടുക്കുക. അയ്യോ അച്ഛാ, അപ്പൊ അനിയോ എന്ന് ചോദിക്കുമ്പോ, എടി മോളെ, അനിക്കും നല്ലൊരു സ്ഥാനം ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അനി പറയോ, എനിക്ക് മുത്തശ്ശ എനിക്ക് സ്ഥാനമൊന്നും വേണ്ട, എൻ്റെ ഏട്ടൻ രാമനാണ്, രാമന്റെ ലക്ഷ്മണനാവാനേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഇത് എൻ്റെ ഏടത്തി എൻ്റെ സീതാദേവിയും എന്നൊക്കെ പറയണം. അപ്പൊ അവന്തിക, ഓ ഇവര് കെട്ടിയെടുത്തല്ലോ, ഇനി അനിയേട്ടനെ മൂർത്തി ജ്വല്ലറി ഒരു സ്ഥാനവും കൊടുക്കില്ല. അനിയേട്ടനെ ഇനിയിപ്പോ കല്യാണം കഴിച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? മൂർത്തി ജ്വല്ലറി കിട്ടില്ല. മൂർത്തി ജ്വല്ലറി കിട്ടുമെന്ന് വെച്ചാൽ നമ്മുടെ അവന്തിക അനിയനെ കല്യാണം കഴിക്കാൻ വേണ്ടി നിന്നത്. അപ്പൊ മൂർത്തി ജ്വല്ലറി കിട്ടാത്ത ആവുമ്പോഴേക്കും അവന്തിക ചിലപ്പോൾ അനിയനെ വിട്ട് പോയെന്നൊക്കെ വരും. അങ്ങനെ നമ്മുടെ നയനയും അതുപോലെ തന്നെ ആദർശം വീട്ടിലേക്ക് കയറി വരുന്ന ഭാഗമാണ് ഈ ആഴ്ച കാണാൻ പോണത്. പിന്നീട് നമ്മുടെ നവ്യ എല്ലാം കള്ളക്കളിയാണെന്നും നവ്യക്ക് ഒരുപാട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് നമ്മുടെ നയനെ കണ്ടുപിടിക്കും കേട്ടോ. പിന്നെ നയന തന്നെയാണ് ആ നവ്യയും കൂടി ഒരുമിച്ച് നിന്നിട്ടായിരിക്കും അവന്തികയെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടി പോണത്. കാരണം നവ്യക്ക് അറിയാലോ അവന്തിക വിഷവിത്താണെന്ന്, അല്ലെങ്കിൽ വിഷത്തിന് വിഷവിത്തലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നവ്യ സത്യങ്ങളൊക്കെ നയനെ എടുത്ത് തുറന്നു പറയാം. അപ്പൊ നയനെ വിശ്വസിക്കില്ല കേട്ടോ. അവന്തിക അങ്ങനെ ആവില്ല, ചേച്ചിയുടെ തോന്നലായിരിക്കും എന്നൊക്കെയാണ് പറയുള്ളൂ. പക്ഷെ തെളിവുകളോട് കൂടി തന്നെ നമ്മുടെ അവന്തികയുടെ കള്ളത്തരം നവ്യ കാണിക്കുമ്പോഴാണ് നയനക്കും അത് മനസ്സിലാവുള്ളൂ. പിന്നീട് നയനെയും നവ്യയും കൂടി ചേർന്നിട്ടായിരിക്കും അവന്തികേനെയും ജലജേനെയും അഭിനെയൊക്കെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടി പോണത്. അപ്പൊ അങ്ങനത്തെ നല്ല നല്ല അടിപൊളി നിമിഷങ്ങളാണ് നമുക്ക് ഈ ആഴ്ച ഫുള്ള് വരാൻ വേണ്ടി പോണത്. പിന്നെ വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞു, അതിൻ്റെ പ്രൊമോ ഒന്നും തന്നെ കാണിച്ചിട്ടില്ല. ആദർശം നയനെയും വലതുകാലം വെച്ച് വീട്ടിൽ കയറുന്ന ഭാഗം മാത്രമേ കാണിച്ചിട്ടുണ്ടായുള്ളൂ വീക്കെൻഡ് പ്രൊമോ ആയിട്ട്. ചിലപ്പോൾ വേറെ വീക്കെൻഡ് പ്രൊമോ വരുമായിരിക്കും. എന്തായാലും ഇന്ന് എപ്പിസോഡില്ല. ഇന്ന് നമ്മുടെ 8:30 മുതൽ 9:30 വരെ ഇവർ വിവാഹിതരായ സീരിയലിലെ മഹാ എപ്പിസോഡാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഈ സീരിയൽ തമിഴായിട്ട് ഇപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ട്, ശരിയാണ്. പക്ഷേ ഇതിൻ്റെ റീമേക്ക് ഭാഗങ്ങൾ ഞാൻ കൂടുതൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.